2025 മാർച്ച് 25 മുതൽ കനേഡയിലെ ഇമിഗ്രേഷൻ വകുപ്പ് എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിലെ ജോലി ഓഫറുകൾക്ക് അധിക പോയിന്റുകൾ നൽകുന്നത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ മാറ്റം എക്സ്പ്രസ് എൻട്രി പൂളിലെ നിലവിലുള്ള അപേക്ഷകരെയും ഭാവിയിലെ അപേക്ഷകരെയും കാര്യമായി ബാധിക്കും. ചിലർക്ക് കാനഡയിൽ സ്ഥിരതാമസം നേടുന്നതിന് ഈ മാറ്റം വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. മുമ്പ് ജോലി ഓഫറുള്ള അപേക്ഷകർക്ക് 200 അധിക പോയിന്റുകൾ വരെ അല്ലെങ്കിൽ 50 അധിക പോയിന്റുകൾ വരെ ലഭിക്കുമായിരുന്നു. ഈ പോയിന്റുകൾ അവരെ ഉയർന്ന റാങ്ക് നേടാനും PR-ന് അപേക്ഷിക്കാനുള്ള ക്ഷണം നേടാനും സഹായിച്ചിരുന്നു. ഇപ്പോൾ ഈ ആനുകൂല്യം ഇല്ലാതായി. അതായത് ജോലി ഓഫറുകൾ ഇനി എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിൽ അപേക്ഷകർക്ക് അധിക പോയിന്റുകൾ നൽകില്ല. 2024 ഡിസംബർ 23 ഒരു പത്രക്കുറിപ്പിൽ IRCC ഈ മാറ്റത്തെ താൽക്കാലിക നടപടിയെന്ന് വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ ബോണസ് പോയിന്റുകൾ എപ്പോൾ പുനഃസ്ഥാപിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. ജോബ് ഓഫറുകൾക്കുള്ള ബോണസ് പോയിന്റുകൾ ഇല്ലാതാക്കുമെങ്കിലും ചില ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളിൽ യോഗ്യത നേടുന്നതിന് ജോബ് ഓഫറുകൾ ഒരു പ്രധാന ഘടകമായി തുടരും. ഫെഡറൽ സ്കിൽഡ് ട്രേഡ് പ്രോഗ്രാമുകൾക്ക് യോഗ്യത നേടുന്നതിന് സാധുവായ ഒരു ജോബ് ഓഫർ ആവശ്യകതയുമായി തുടരുന്നുണ്ട്. ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാമിന് അടിസ്ഥാന ആവശ്യകതകൾ നിറവേറ്റാൻ ഒരു ജോലി ഓഫർ നിങ്ങളെ സഹായിക്കും. പ്രൊവിഡൻഷ്യൽ നോമിനി പ്രോഗ്രാമുകൾ വഴി ചില പ്രവിശ്യകൾ ഇപ്പോഴും ജോലി ഓഫറുകളുള്ള അപേക്ഷകരെയാണ് ആവശ്യപ്പെടുന്നത്. എങ്കിലും ഈ ജോലി ഓഫറുകൾ ഇനി അധിക CRS പോയിന്റുകൾ നൽകില്ല. അതിനാൽ മുമ്പത്തെ പോലെ എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിൽ നിങ്ങളുടെ റാങ്കിംഗ് ഉയർത്താൻ അവ സഹായിക്കില്ല. ബോണസ് പോയിന്റുകൾ നീക്കം ചെയ്യാനുള്ള IRCCയുടെ തീരുമാനത്തിന് പിന്നിലെ പൂർണ്ണമായ കാരണം വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും ചില സാധ്യമായ വിശദീകരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ജോലി ഓഫറുകളുള്ള ആളുകൾക്ക് അധിക പോയിന്റുകൾ നൽകുന്നതിനേക്കാൾ വിദ്യാഭ്യാസം, ഭാഷാ വൈദഗ്ധ്യം, ജോലി പരിചയം തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് IRCC ആഗ്രഹിക്കുന്നത്. വ്യാജ ജോലി ഓഫറുകളെക്കുറിച്ചുള്ള ആശങ്കകളും ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെന്റുകളും ഈ മാറ്റവുമായി ബന്ധപ്പെട്ടിരിക്കാമെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും IRCC ഔദ്യോഗികമായി ഇത് കാരണമാണെന്ന് പറഞ്ഞിട്ടില്ല. കാനഡയുടെ തൊഴിൽ വിപണി മാറിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ ആവശ്യം വ്യവസായങ്ങളിലുടനീളം വ്യത്യാസപ്പെടുന്നു. ഈ മാറ്റങ്ങളെ അടിസ്ഥാനമാക്കി സർക്കാർ അതിൻ്റെ ഇമിഗ്രേഷൻ സംവിധാനം ക്രമീകരിക്കുന്നതുകൊണ്ടാകാം ഈ മാറ്റമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ജോലി ഓഫറുകൾക്കുള്ള അധിക പോയിന്റുകൾ നീക്കം ചെയ്യുന്നത് നിരവധി എക്സ്പ്രസ് എൻട്രി അപേക്ഷകരെ ബാധിക്കും. നിങ്ങൾ ഈ പോയിന്റുകളെ ആശ്രയിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ CRS സ്കോർ കുറയും. ഇത് ഭാവിയിലെ നറുക്കെടുപ്പുകളിൽ അപേക്ഷിക്കാനുള്ള ക്ഷണം ലഭിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും. ജോലി ഓഫറുകൾ അധിക പോയിന്റുകൾ ചേർക്കാത്തതിനാൽ നിങ്ങൾ മറ്റ് ഘടകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതായത് ഭാഷാ പരീക്ഷ സ്കോറുകൾ മെച്ചപ്പെടുത്തൽ, കനേഡിയൻ വിദ്യാഭ്യാസം നേടൽ, കനേഡിയൻ ജോലി പരിചയം നേടൽ തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. അതേസമയം നിങ്ങൾക്ക് ഇതിനകം ഒരു ITA ലഭിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കുന്ന പ്രക്രിയയിലാണെങ്കിലോ നിങ്ങളുടെ പോയിന്റുകൾ അതേപടി തുടരും. കൂടാതെ നിങ്ങൾക്ക് PR-നുള്ള അവസരം നഷ്ടമാകുകയുമില്ല. ഈ മാറ്റം അർത്ഥമാക്കുന്നത് ഇപ്പോൾ ജോലി ഓഫറുകളേക്കാൾ കഴിവുകൾ, വിദ്യാഭ്യാസം, അനുഭവം എന്നിവയെ ആശ്രയിച്ചിരിക്കും PR നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയെന്നാണ്. ജോലി ഓഫറുകൾ ഇനി അധിക പോയിന്റുകൾ ചേർക്കാത്തതിനാൽ ഉദ്യോഗാർത്ഥികൾക്ക് മറ്റ് വഴികളിലൂടെ അവരുടെ CRS സ്കോറുകൾ മെച്ചപ്പെടുത്താൻ കഴിയും. ഭാഷാ പരീക്ഷാ സ്കോറുകൾ മെച്ചപ്പെടുത്തുക. IELTS അല്ലെങ്കിൽ CELPIP ഉയർന്ന സ്കോർ നേടുന്നത് നിങ്ങൾക്ക് വിലപ്പെട്ട പോയിന്റുകൾ നൽകും. കൂടുതൽ വിദ്യാഭ്യാസം നേടുക. ഉയർന്ന ബിരുദമോ ഡിപ്ലോമയോ നിങ്ങളുടെ വിദ്യാഭ്യാസ സ്കോർ വർദ്ധിപ്പിക്കും. കനേഡിയൻ ജോലി പരിചയം നേടുക. കാനഡയിൽ ജോലി ചെയ്യുന്നത് 200 പോയിന്റുകൾ വരെ ചേർക്കാം. ഒരു പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിന് അപേക്ഷിക്കുക. ഒരു പ്രവിശ്യ നിങ്ങളെ നാമനിർദ്ദേശം ചെയ്താൽ നിങ്ങൾക്ക് 600 പോയിന്റുകൾ ലഭിക്കും. ഇത് ITA ഉറപ്പ് നൽകുന്നുമുണ്ട്. നിങ്ങളുടെ പങ്കാളിയുടെ യോഗ്യതകൾ ഉപയോഗിക്കുക. നിങ്ങളുടെ പങ്കാളിക്ക് നല്ല വിദ്യാഭ്യാസം, ജോലി പരിചയം അല്ലെങ്കിൽ ഭാഷാ വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 40 അധിക പോയിന്റുകൾ വരെ നേടാൻ കഴിയും. 2025 മാർച്ച് 25 മുതൽ എക്സ്പ്രസ് എൻട്രി സിസ്റ്റം കൂടുതൽ മത്സരാധിഷ്ഠിതമായി മാറിയിരിക്കുകയാണ്. അതിനാൽ ഉദ്യോഗാർത്ഥികൾ അവരുടെ സ്കോറുകൾ വർദ്ധിപ്പിക്കുന്നതിന് മറ്റ് വഴികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പൊരുത്തപ്പെടണം. ഈ മാറ്റത്തിൻ്റെ ദീർഘകാല ആഘാതം എത്രത്തോളം ആയിരിക്കുമെന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല.